ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നാട് വിട്ട് മാറി നിന്നപ്പോഴാണ് വീട്ടിലെ ഫുഡും നാട്ടിലെ ഹോട്ടലിൽ കിട്ടുന്ന ഫുഡൊക്കെ ഞാൻ വല്ലാതെ മിസ് ചെയ്ത് തുടങ്ങിയത്. എനിക്കാണ് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഹോട്ടലിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചേ പറ്റൂ. ഇവിടെ മല്ലു ഹോട്ടൽ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റൊന്നുമല്ല ഫുഡിനൊന്നും. പിന്നെ ഓൺലൈനൊക്കെ ഞാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ക്വാണ്ടിറ്റിയൊക്കെ വളരെ കുറവും റേറ്റ് ഭയങ്കര ജാസ്തിയാണ്. മാത്രമല്ല നമ്മുടെ അതേ എക്സാക്റ്റ് ടേസ്റ്റൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെ യൂട്യൂബിലൊക്കെ നോക്കി ഷവർമ്മയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ഇപ്പോൾ തരക്കേടില്ലാതെ ഷവർമ്മയൊക്കെ ഉണ്ടാക്കും. അത്യാവശ്യം നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടാറുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉണ്ടാക്കിയാൽ അതേ ടേസ്റ്റൊന്നും കിട്ടില്ല എന്നൊക്കെയുള്ള ഒരു മൈൻഡ് ഉണ്ട്. ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് വരെയും എനിക്കും അതേ മൈൻഡായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി വളരെ സിമ്പിളുമാണ്, നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നു. ഒരു ഷവർമ്മ എന്ന് പറയുന്നത് ഫ്രൈ ചെയ്ത ചിക്കൻ പീസും ആവശ്യത്തിലേറെ വെജിറ്റബിൾസും മയോണൈസും കെച്ചപ്പൊക്കെ തന്നെയാണ്. പിന്നെ കുബൂസും. ഈ കുബൂസ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണ പോലെ മൈദയിൽ ഈസ്റ്റ് കലക്കിയ വെള്ളം കലക്കി മിക്സ് ചെയ്ത് പരത്തിയ കുബൂസ് റെഡിയാണ്. പിന്നെ ഫ്രൈ ചെയ്യാൻ ചിക്കൻ പീസ് ആയിരിക്കാം ഫ്രൈ ചെയ്യാൻ അറിയാതെ. ചിക്കൻ പീസ് ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെക്കുക. പിന്നെ വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, മല്ലിയില എന്നിവയിലാണ്. ഇവിടെ ഞാൻ മയോണൈസും പാലിൽ ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം അതേ ടേസ്റ്റിൽ തന്നെ മയോണൈസ് എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുക. കട്ട് ചെയ്ത് പീസാക്കി വെച്ച ചിക്കൻ പീസ് ആഡ് ചെയ്യുക. നമ്മുടെ മയോണൈസ് ആവശ്യത്തിലേറെ ആഡ് ചെയ്ത് പിന്നെ ലെമൺ ജ്യൂസും പെപ്പറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ മിക്സിങ്ങിലും അത്യാവശ്യം കുറച്ചധികം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം. ഇനി ഒരു പ്ലേറ്റിലോട്ട് കുബൂസ് വെച്ച് അതിലോട്ട് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇല്ലേ, മയോണൈസ്, വെജിറ്റബിൾസ്, ഫ്രൈ ചെയ്ത ചിക്കൻ പീസൊക്കെ ആഡ് ചെയ്ത ഈ ഫില്ലിങ് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് ഈ കുബൂസിലോട്ട് വെച്ച് ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ യൂസ് ചെയ്ത് നല്ല രീതിക്ക് മടക്കിയ നമ്മുടെ ഷവർമ്മ റോൾ റെഡിയാണ്. ഇപ്പോൾ നമുക്ക് പ്ലേറ്റാണ് വേണ്ടതെങ്കിൽ ഈ കുബൂസിൽ ഇതേപോലെ ഫില്ലിങ് വെച്ച് അഡീഷണൽ മേലെ ഒരു കുബൂസ് കൂടി വെച്ചാൽ നമ്മുടെ പ്ലേറ്റ് ഷവർമ്മയും റെഡിയാണ്. ഞാനിവിടെ ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. വേണ്ടുന്നവർക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷവർമ്മയാണ്. നിങ്ങളും കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.